ബിജു മേനോനും ജോജി ചേട്ടനും കൂടി മത്സരിച്ച് അഭിനയിച്ചിരിക്കുകയാണ്. എക്സ്പെക്ടേഷനെ അപ്പുറത്തുള്ള സൂപ്പർ മൂവിയാണ്. പക്ഷേ ആ ഒരു ത്രില്ല് പ്രതീക്ഷിക്കുന്ന ട്വിസ്റ്റൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ആക്ച്വലി ട്വിസ്റ്റ് ഒന്നും അല്ല കിട്ടുന്നത്. നല്ല ത്രില്ലറാണ്, സൂപ്പർ സിനിമ നല്ല പടമാണ്, അടിപൊളി പടമാണ്. സസ്പെൻസ് ഡ്രാമയാണ്, ക്രൈം ത്രില്ലറിൻ്റെ ജോണറിൽ വരുന്നൊരു പടമാണ്. പറഞ്ഞ പോലെ ബിജു മേനോനും ജോജി ചേട്ടനും കൂടി മത്സരിച്ച് അഭിനയിച്ചിരിക്കുകയാണ്. നല്ല സൂപ്പർ പടം. ജോജി ജോർജും ബിജു മേനോനും തകർത്ത് കളഞ്ഞു. ഇത്തിരി നാൾക്ക് ശേഷം നല്ലൊരു ഫീലിംഗ് ഉണ്ട്. ജോജി ജോർജൊക്കെ സൂപ്പർ അഭിനയം, നാച്ചുറൽ മോഹൻലാൽ സ്റ്റൈൽ, നന്നായിട്ടുണ്ട്. സൂപ്പർ ഫിലിം, കാണാം, ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് കാണാം. താങ്ക് യു. നല്ല ഫോട്ടോ. ത്രില്ലാണ്. നമ്മൾ കുറേ സസ്പീഷ്യസ് ആയിട്ട് ഇരിക്കും, കുറേ കണ്ടിരിക്കാൻ തോന്നും. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാണാൻ നല്ല തോന്നുമായിരുന്നു. നല്ല മൂവിയാണ്, നല്ല സക്സസ്, നല്ല ശരിക്കും ഗൂസ് ബംസ് ഉണ്ടാകുന്ന രീതിയിൽ അത്രയും നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. നമ്മൾ പിന്നെ ഇൻ്റർവെല്ലിനോ നമുക്കിങ്ങനെ എന്തെങ്കിലും കയറി കഴിക്കണമെന്നോ. നല്ല സ്റ്റോറിയാണ്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും, ഫാമിലിയായിട്ട് കാണാം. നല്ല സിനിമയായിരുന്നു, സൂപ്പർ സിനിമയാണ്, എല്ലാവരും പോയി കാണണം. നല്ല ത്രില്ലറാണ്, സൂപ്പർ സിനിമ. അടിപൊളി പടം. എല്ലാവരും ആക്ടിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. നല്ല ഫിലിമായിരുന്നു, നന്നായിരുന്നു. നല്ല ഫിലിമായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നന്നായി ആസ്വദിച്ചു. നല്ല വളരെ നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല, അതിനെക്കാട്ടി എക്സ്പെക്ടേഷനെ അപ്പുറത്തുള്ള സൂപ്പർ മൂവിയാണ്. മിറാഷിനേക്കാളും ബെറ്ററാണ്. മിറാഷ് പിന്നെ നമുക്കറിയാമല്ലോ, ഭയങ്കര ഒരു പ്രഡിക്റ്റബിൾ ടെസ്റ്റിന് മേലെ ടെസ്റ്റ് വാരിക്കൂട്ടി ഇറക്കിയ ഒരു സംഭവമായിരുന്നു. ഇത് പിന്നെ അങ്ങനെയല്ല, ആ ഒരു തരത്തിലുള്ള ഒരു വ്യത്യസ്ത തരത്തിൽ ഇതൊരു ഡ്രാമ, ഒരു ത്രില്ലർ, ആ ഒരു ടൈപ്പിലാണ് പോയിരിക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ നല്ല തുടക്കത്തിൽ ആദ്യത്തെ ഒരു അരമണിക്കൂറൊക്കെ നല്ല രീതിയിൽ ഒരു ഇമോഷണൽ കണക്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വർക്കൗട്ടായിരുന്നു. സൂപ്പറായിരുന്നു, അഭിനയമൊക്കെ സൂപ്പറായിരുന്നു, കൊള്ളായിരുന്നു, കൊള്ളാം, ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. പടം കൊള്ളാം, ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഒരു സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോൾ കുറച്ച് ഡ്രമാറ്റിക്നെസ് കൂടി പോലെ തോന്നി. ഫസ്റ്റ് ഹാഫ് പിന്നെ ഇങ്ങനെ ഒരു ത്രില്ല് നമ്മൾ ഇരിക്കും, പക്ഷേ ആ ഒരു ത്രില്ല് പ്രതീക്ഷിക്കുന്ന ട്വിസ്റ്റൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ആക്ച്വലി ട്വിസ്റ്റ് ഒന്നും അല്ല കിട്ടുന്നത്. പക്ഷേ ടേൺസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ കുറേ എലമെൻറ്റ്സ് ഒന്നും മനസ്സിലായിട്ടില്ല ഇപ്പോഴും എന്താണെന്നുള്ളത്. പിന്നെ എപ്പോഴും ജീത്തു ജോസഫ് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു സാധനം ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അത്രയ്ക്കൊരു റിലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇതുവരെ മനസ്സിലായിട്ടില്ല. പടത്തിന് ഇത്രയും റിലവൻസിൻ്റെ ആവശ്യമുള്ളൂ എന്നുള്ള. പിന്നെ എന്തായാലും ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പടം. നമുക്ക് ഇച്ചിരി സ്ലോ ആയിട്ട് തോന്നുന്നു, നമ്മൾ ഈ റീൽസൊക്കെ കാണുന്നുണ്ടായിരിക്കും. പക്ഷേ പടം കൊള്ളാം, നല്ലൊരു സ്റ്റോറിയുണ്ട്, നല്ലപോലെ മേക്ക് ചെയ്തിട്ടുണ്ട്. ജിത്തു ജോസഫിനെ പിന്നെ പറയണല്ലോ. രണ്ടുപേരും ജോജി ജോർജിനെ കാട്ടി കൂടുതൽ നമ്മുടെ ആള് തകർത്തെടുക്കും. കൊള്ളാം, നല്ല ത്രില്ലറാണ്. ജിത്തു ജോസഫ് ആസിഫിൻ്റെ മിറേജ് ഇല്ലേ, അതിനെയും കാട്ടി കൊള്ളാം. ജോർജാണ് സ്റ്റീൽ ദ ഷോ, അടിപൊളി. ജസ്റ്റ് ലാസ്റ്റ് വരുമ്പോഴാണ് ഫാമിലി ആയിട്ട് കാണാം, എല്ലാവർക്കും കാണാം, നല്ല സിനിമയാണ്. അല്ല, നിങ്ങൾ കാണാൻ